കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് കുറേ ദിവസങ്ങളായി അല്ലേ. നമുക്കിന്ന് ഒരു മോരുകറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പം നമ്മൾ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു 3 തക്കാളി, വലുതായിട്ടുള്ള 3 തക്കാളി എടുത്തു. വലിയൊരു സവോള എടുത്തു, പച്ചമുളക് എടുത്തു, ചെറിയ ഇഞ്ചി എടുത്തു, കറിവേപ്പില. ഇത്രയും നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തു. വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തു. നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മോരുകറിയുടെ ബേസായിട്ടാണ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി, പച്ചമുളക്, സവോള. അപ്പം ഇത് വെന്ത് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇതിനാവശ്യത്തിനായിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കാനായിട്ട് നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ എടുത്തിട്ടുള്ളത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ. അതായത് തേങ്ങ എടുത്തു, ചെറിയ ജീരകം എടുത്തു, വെളുത്തുള്ളി എടുത്തു, ചെറിയ ഉള്ളി ഒരു ജോളി എടുത്തു, പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ പച്ചമുളക് കീറിയിട്ടിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും ഞാൻ ഒരു സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പം ഇത്രയും ചേർത്ത് ഞാൻ നന്നായിട്ട് നല്ല കുഴമ്പ് ഭാഗത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ആ അരച്ചെടുത്ത മിക്സ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ തക്കാളിയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മോരും കൂടെ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ തൈര് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് തൈരല്ല, ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ തൈരാണ്. അപ്പം അത് ഞാൻ മിക്സിയിലൊന്ന് കറക്കി മോരാക്കി ഒന്ന് എടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത്തിരി ലൂസായിട്ടാണ് തയ്യാറാക്കുന്നത്. ഇച്ചിരി പാളം പോലെ കുറുകിയല്ല, ഒരുവിധം ചാറായിട്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ മോരും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മോരൊന്ന് ചേർത്ത് കൊടുക്കാം.